ഒരു മിനിറ്റ്. പെട്രോൾ പമ്പിലെ ബാത്റൂം തുറന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ അധ്യാപികയ്ക്ക് 1,65,000 രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായി വന്നു പെട്രോൾ പമ്പ് ഉടമ. സംഭവം നടക്കുന്നത് കോഴിക്കോട് ആണ്. കാസർഗോഡല്ല, പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള ഒരു അധ്യാപിക അവരുടെ സ്വന്തം നാടായ കാസർഗോഡിലേക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് ഒരു പെട്രോൾ പമ്പിൽ കയറുകയും അവരുടെ ബാത്റൂം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവിടുത്തെ ജീവനക്കാരെ അത് തുറന്നു കൊടുക്കാതിരിക്കുകയും അതിന് അവർ റീസണായി പറഞ്ഞത് മാനേജർ ചാവി കൊണ്ടുപോയി അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ജീവനക്കാരുടെ ബാത്റൂം ഉപയോഗിച്ചോട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ബാത്റൂം അവർക്കില്ലെന്നും പറയുകയും ചെയ്തു. ഇതിനുശേഷം പോലീസിൻ്റെ സഹായപ്രകാരം അവർ വന്ന് ബാത്റൂം ഡോർ ചവിട്ടിപ്പൊളിച്ചിട്ടാണ് ആ അധ്യാപികയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയത്. അന്ന് മുതൽ 2024 നടന്ന സംഭവത്തിൻ്റെ അന്ന് മുതൽ അവർ നിയമ പോരാട്ടത്തിന് ഏർപ്പെടുകയും ഇപ്പോഴാണ് അവർക്ക് വിധി വരികയും ചെയ്തത്. ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമ 1,65,000 രൂപ, അതായത് 1,50,000 രൂപയുടെ നഷ്ടപരിഹാരവും ബാക്കി 10,000 ചില്ലാനം രൂപയോളം കോടതി ചെലവിലേക്കും കൊടുക്കണമെന്ന്. ഒരു ബാത്റൂം യൂസ് ചെയ്യാനുള്ളൊരു മനുഷ്യൻ്റെ ഒരു ബേസിക് റൈറ്റ്സ് അതിനാരെ എതിര് നിൽക്കുന്നത്? പ്രത്യേകിച്ച് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വരുന്നവർക്കോ അല്ലാത്തവർക്കോ പോലും അത് ഉപയോഗിക്കാൻ കൊടുക്കണം. കുടിവെള്ളവും ബാത്റൂമും അല്ലെങ്കിൽ ശുചിശാല അത് ഉപയോഗിക്കണം എന്നുള്ളത് ബേസിക് റൈറ്റ്സാണ്.